ഹായ്. ഇത് നമ്മുടെ പുതിയ പ്രൊജക്ടറാണ്. 4K ഫോർ മൂവി ബ്രാൻഡിൻ്റെ പ്രൊജക്ടറാണ്. ഫോർ മൂവി X5 മോഡലാണ്. 4K ലേസർ പ്രൊജക്ടറാണ്. ഇതാണ് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി. ഇറ്റ്സ് ലൈക്ക് ടി വിയിൽ കാണുന്ന പോലെ തന്നെ സെയിം ഇതിൽ തന്നെ ബിഗ് സ്ക്രീനിൽ കാണാം. ഇതൊരു 133 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇത് ലൈറ്റ് അധികം ലൈറ്റ് മീൻസ് ഇത് ലിവിങ് റൂമിൽ തന്നെ സെറ്റ് ചെയ്തതാണ്. അപ്പാർട്ട്മെൻറ്റിൻ്റെ ലിവിങ് റൂമിലാണ്. സോ നമുക്ക് ലൈറ്റ് ഫുള്ള് ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ലൈക്ക് നമ്മളിപ്പോൾ ലൈറ്റ് കുറച്ച് ഡേ ലൈറ്റ് ഉണ്ട്. ഡേ ലൈറ്റിലും നമുക്ക് നോക്കുമ്പോൾ കാണാം. സെയിം ഫുൾ നൈറ്റിൻ്റെ അത്ര ക്വാളിറ്റി ഇല്ലെങ്കിലും നല്ല ടി വിയിൽ കാണുന്ന സെയിം എഫക്റ്റിൽ നമുക്ക് ലൈറ്റ് ഉണ്ടെങ്കിൽ പോലും കാണാൻ പറ്റും. കാരണം ഇതിൻ്റെ ബ്രൈറ്റ്നസ് 4500 ആൻസി ലൂമിൻസ് ആണ് അവർ പറയുന്നത്. 4500 ആൻസി ലൂമിൻസ് അത്രയ്ക്കില്ലെങ്കിലും ഒരു 3000 അബോവ് 3500 ആൻസി ലൂമിൻസ് എന്തായാലും കിട്ടുന്നുണ്ട്. ഈ പ്രൊജക്ടർ 2023 ഇറങ്ങിയിട്ടുള്ളത്. 2023 വന്നിട്ടുള്ള ഈ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബ്രൈറ്റ്നസ് കൂടിയിട്ടുള്ള പ്രൊജക്ടറാണ്. കാരണം അത് 4500 ആൻസി ലൂമിൻസിൻ്റെ പ്രൊജക്ടർ ആയതുകൊണ്ട്. ഓൾസോ ഇതിൽ നമുക്ക് സാധാരണ പ്രൊജക്ടറുള്ള പോലെ തന്നെ ബാക്കി ഫീച്ചേഴ്സ് കാണിച്ചു തരാം. ഇത് ആക്ച്വലി ചൈനീസ് വോയിസ് ആയിട്ടാണ് വരുന്നത്. അതാണ് അതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഇതിലൊരു പ്രൊജക്ടിവിറ്റി ലോഞ്ചർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തേക്കാണ്. പ്രൊജക്ടിവിറ്റി ലോഞ്ചറിൽ നമുക്ക് ആൻഡ്രോയിഡ് ടി വി യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് പ്രൊജക്ടിവിറ്റി ലോഞ്ചറിൻ്റെ സെറ്റിങ്സ്. ഇത് നമുക്ക് ആൻഡ്രോയിഡ് ടി വി, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് OS ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ്. ചൈനീസ് OS വരുന്ന ഡിവൈസസിലൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇത് പ്രൊജക്ടറിലോ അല്ലെങ്കിൽ ടി വിയിലൊക്കെ. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. പിന്നെ ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോർ എല്ലാ ആപ്ലിക്കേഷൻസ് നമുക്ക് ആൻഡ്രോയിഡ് OSലത്തെ പോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ കുറച്ചും കൂടി കൂടുതൽ യൂസർ ഫ്രണ്ട്ലിയാണ്. കാരണം ഇപ്പോൾ നമുക്കിതിൽ നമ്മൾ മെയിനായിട്ട് ഇതിൽ ഈ ഇൻപുട്സാണ് നമ്മൾ സെലക്ട് ചെയ്യുക ആദ്യം തന്നെ. കാരണം നമ്മുടെ ഹാർഡ് ഡിസ്ക് എല്ലാം വേറെ ആൻഡ്രോയിഡ് ബോക്സിലാണ് കണക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇൻപുട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ആൻഡ്രോയിഡ് ബോക്സ് സെലക്ട് ചെയ്യാൻ പറ്റും. വേറെ കൂടുതൽ മെനുവിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ ആൻഡ്രോയിഡ് ബോക്സായിട്ട് വെച്ചിരിക്കുന്നത് NVIDIA ഷീൽഡിൻ്റെ ആപ്ലിക്കേഷനാണ്. ഇതാണ് NVIDIA ഷീൽഡാണ് ഇവിടെ കണക്ട് ചെയ്തതാണ്. ഇതാണ് NVIDIA ഷീൽഡിൻ്റെ യൂസർ ഇൻ്റർഫേസ്. NVIDIA ഷീൽഡ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിൽ മെയിൻ ഫീച്ചർ സ്റ്റീരിയോ അപ്പ് മിക്സിങ് കിട്ടും. മീൻസ് നമ്മൾ യൂട്യൂബിലൊക്കെ സ്റ്റീരിയോയിൽ കാണുന്ന വീഡിയോസ് നമുക്ക് 5.1 ആയിട്ട് അല്ലെങ്കിൽ ഡോൾബി എഫക്റ്റിൽ കിട്ടും. അതിൻ്റെ സെറ്റിങ്സ് കാണിച്ചു തരാം. സൗണ്ട് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അഡ്വാൻസ്ഡ് സൗണ്ട് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ സ്റ്റീരിയോ അപ്പ് മിക്സ് വരുമ്പോൾ 5.1 PCM തന്നെ സ്റ്റീരിയോ അപ്പ് മിക്സ് ആയിക്കോളും. സോ നമുക്ക് യൂട്യൂബിൻ്റെ എല്ലാം ഓഡിയോ ക്വാളിറ്റി നന്നായിട്ട് ഇമ്പ്രൂവ് ആവും. സ്റ്റീരിയോ ഇൻപുട്ട് കൊടുക്കുന്നതിൻ്റെ എല്ലാം ഓഡിയോ ക്വാളിറ്റി നന്നായിട്ട് ഇമ്പ്രൂവ് ആവും. ഓൾസോ നമുക്ക് ഈ AI അപ്പ് സ്കെയിലിംഗ് ടെക്നോളജിയും കൂടി ഉണ്ട് ഇതിൽ. AI അപ്പ് സ്കെയിലിങ്ങിൽ ഞാനിപ്പോൾ അത് നമ്മൾ എൻഹാൻസ്ഡ് ഉണ്ട്. ഞാൻ ബേസിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കാര്യമായിട്ട് അപ്പ് സ്കെയിൽ ചെയ്യുന്നില്ല. ബിക്കോസ് ഈ പ്രൊജക്റ്റിൻ്റെ ഷാർപ്പ്നെസ് എല്ലാം ഭയങ്കര കൂടുതലായതുകൊണ്ട് നമുക്ക് ബേസിക് തന്നെ നല്ല ക്വാളിറ്റിയാണ്. എൻഹാൻസ് ചെയ്യുമ്പോൾ കൂടുതൽ പിക്സലൈസ്ഡ് ആവുകയാണ്. അതുകൊണ്ട് നമ്മൾ ബേസിക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓൾസോ നമ്മുടെ ഇപ്പോഴത്തേക്ക് മൂവീസ് കാണുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ആക്ടേഴ്സിൻ്റെ എല്ലാം ഫേസ് ഈ പ്രൊജക്ടറിൽ കാണുമ്പോൾ എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരുടെ ഫേസ് കാണാൻ. ഓൾറെഡി മേക്കപ്പ് ഒന്നും ഇല്ലാത്തതാണ് അധികം പേര് വരുന്നത്. അപ്പോൾ അവരുടെ ഫേസിലത്തെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് കൂടുതൽ മനസ്സിലാവുക ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ ബേസിക്കാണ് ഇട്ടേക്കുന്നത്.
ബേസിക് അപ്പ് സ്കെയിലിംഗ് ആണ് ഇപ്പോൾ യൂസ് ചെയ്തതാണ്. പക്ഷേ ക്വാളിറ്റി കുറഞ്ഞ പ്രൊജക്ടർ ആണെങ്കിൽ അപ്പ് സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ കാണാൻ പറ്റും. ഓൾസോ ഇതിൽ 4K 30 Hz ആണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഡിവൈസിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ യൂട്യൂബൊക്കെ കാണാൻ യൂസ് ചെയ്യുന്നത് ഈ സ്മാർട്ട് ട്യൂബ് എന്നുള്ള ആപ്ലിക്കേഷനാണ്. സ്മാർട്ട് ട്യൂബ് എന്നുള്ള ആപ്ലിക്കേഷനിൽ യൂട്യൂബിൻ്റെ വീഡിയോസ് എല്ലാം കിട്ടും. പക്ഷേ നമുക്ക് ഒരു ആഡ്സ് ഉണ്ടാവില്ല. ആഡ്സ് ഇല്ലാതെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഭയങ്കര കൺവീനിയൻ്റ് ആണ് അത് കാരണം. ബാക്ക് ടു പ്രൊജക്ടർ വന്ന പ്രൊജക്ടറിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് കാണിച്ചു തരാം. ഈ ആൻഡ്രോയിഡ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഡിവൈസ് സെറ്റിങ്സിലാണ് പോകേണ്ടത്. ഡിവൈസ് സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് ഇമേജസിൽ നമുക്ക് ഓട്ടോ ഫോക്കസ് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും. ആംബിയൻ ലൈറ്റ് അഡാപ്ഷൻ ഞാൻ ഓൺ ചെയ്ത് വെച്ചേക്കാണ്. കാരണം അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് കൂടുതലാണ്. ആക്ച്വലി ഡേ ടൈമിലൊക്കെ കാണുമ്പോൾ കൂടുതൽ ബ്രൈറ്റ്നസ് ആയിട്ട് ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടി ആംബിയൻ ലൈറ്റ് ഓൺ ആക്കി വെച്ചേക്കാണ്. ആംബിയൻ ലൈറ്റ് ഇത് ഓഫാക്കി വെച്ചാൽ ബ്രൈറ്റ്നസ് പിന്നെയും കൂടും. പിന്നെ ഇമേജ് മോഡ് സെറ്റിങ്സ് ഉണ്ട്. സ്റ്റാൻഡേർഡ് മോഡ്, മൂവി മോഡ്, അത് ഓരോന്നിനും ഓരോ നമുക്കിവിടെ കാണാൻ പറ്റും. സ്റ്റാൻഡേർഡ് മോഡിലാണ് കുറച്ചും കൂടി കളറും എല്ലാം വിവിഡായിട്ട് കാണുന്നത്. പിന്നെ സ്ക്രീൻ ഫോക്കസ് ഓട്ടോ ഫോക്കസ് ചെയ്തോളും. ഓട്ടോ ഫോക്കസ് അങ്ങനെ ചെയ്യേണ്ടി വരാറില്ല. പക്ഷേ പ്രൊജക്ടർ മൂവ് ചെയ്യുക എന്തെങ്കിലും പൊസിഷൻ ചേഞ്ച് ആവുകയാണെങ്കിൽ ഓട്ടോ ഫോക്കസ് ചെയ്ത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഇപ്പോൾ പറഞ്ഞ നല്ല പ്രൊജക്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. പിന്നെ നമുക്കുള്ളത് 4 ഓട്ടോ കീ സ്റ്റോൺ കറക്ഷനാണ്. അതും ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തോളും. പക്ഷേ നമുക്ക് ഇപ്പോൾ ഈ പ്രൊജക്ടർ സ്ക്രീനിൻ്റെ സൈസിന് കറക്റ്റായിട്ട് ഇത് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സെറ്റിങ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഓട്ടോ കീ സ്റ്റോൺ 4 കീ സ്റ്റോൺ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓൾസോ നമ്മൾ ഈ പ്രൊജക്ടറിൻ്റെ സൗണ്ട് അത് യൂസ് ചെയ്യാത്തതുകൊണ്ട് ഈ സൗണ്ട് സെറ്റിങ്സ് ഒന്നും അധികം ചെയ്യാറില്ല. നമ്മൾ വേറെ AVR വെച്ചിട്ടാണ് സൗണ്ടെല്ലാം കറക്റ്റ് ചെയ്യുന്നത്. സൗണ്ട് മ്യൂസിക് ലിസൺ ചെയ്യുന്നത് AVR വെച്ചിട്ടാണ്. ഈ ഫെങ്മി ഈ ഫോർമൂവി പ്രൊജക്ടർ ആക്ച്വലി ഫെങ്മി X5 എന്നും കൂടി പറയും. ഫോർമൂവി X5ൻ്റെ ചൈനയിൽ ഇത് ഫെങ്മി X5 ആണ്. ഇത് ചൈനീസ് പ്രൊജക്ടർ ആണെങ്കിലും അതിൻ്റെ ബാക്കിൽ നമ്മൾ ഫെങ്മി ആൻഡ് ആപ്പോട്രോണിക്സ് എന്നുള്ള കമ്പനിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഈ ആപ്പോട്രോണിക്സൊക്കെ ALPD ലേസർ ലൈറ്റ് എഞ്ചിനൊക്കെ എല്ലാ വേറെ ബ്രാൻഡഡ് ഡിവൈസസിന് സാംസങ് മീൻസ് പല കമ്പനീസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ആപ്പോട്രോണിക്സ്. അപ്പോൾ ഇത് ജസ്റ്റ് ചൈനീസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ വലിയ ബ്രാൻഡ്സാണുള്ളത്. ഇത് ALPD ലേസർ പ്രൊജക്ടർ ആയതുകൊണ്ടാണ് ഈ ക്ലാരിറ്റി നമ്മൾ സാധാരണ ലേസർ ലൈറ്റ് സോഴ്സിനെക്കാട്ട് ക്ലാരിറ്റി ഉണ്ടാവും. ഓൾസോ അതിൻ്റെ ലൈറ്റ് റീപ്ലേസ്മെൻറ്റ് തീരെ വരാൻ ചാൻസ് ഇല്ല. കാരണം അറൗണ്ട് 20,000 അവേഴ്സ് അവർ ഓൾറെഡി പറയുന്നുണ്ട് അതിൻ്റെ മീൻസ് അതിൻ്റെ ലൈഫ്. ബട്ട് അത് ലൈറ്റ് ലാമ്പ് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം തീരെ കുറവായിരിക്കും. പിന്നെയുള്ളത് ഇതിൽ ഡെനോൺ സ്പീക്കേഴ്സാണ്. അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും. പക്ഷേ ഇതിൽ 3D അവൈലബിൾ അല്ല. 3D പ്രൊജക്ടർ അല്ല ഇത് നോർമൽ വീഡിയോസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓൾസോ ഇതിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങിയത് അറൗണ്ട് 1,350 യൂറോ ആണ്. പക്ഷേ നാട്ടിൽ അതിൻ്റെ പ്രൈസ് കാണിക്കുന്നത് 3 lakh റുപ്പീസാണ്. ഞാൻ വാങ്ങിയത് അറൗണ്ട് 1,26,000 ബാങ്കോഡ് ഓൺലൈൻ സൈറ്റിൽ നിന്നാണ് വാങ്ങിയത്. നത്തിങ് പ്രൊജക്ടർ അങ്ങനെ പല സൈറ്റിൽ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഫിൻലാൻഡിലാണ്. അവിടെ ബാങ്കോഡിൽ നിന്ന് ഡെലിവറി വന്നത്. ബാങ്കോഡിൽ നിന്ന് ഓർഡർ ചെയ്തപ്പോൾ ഡെലിവറി വന്നു. അത് 1,325 യൂറോ ആണ് വന്നത്. പിന്നെ ഇതിന് കണക്ടിവിറ്റി എന്ന് പറയുമ്പോൾ HDMI 2.1ൻ്റെ 2 പോർട്ട് ഉണ്ട്. പിന്നെ USB Type A USB 2ൻ്റെ Type A സോക്കറ്റ് ഉണ്ട്. പിന്നെ 3.5 mm ഓഡിയോ ഔട്ട്പുട്ട്, SPDF, പിന്നെ LAN പോർട്ട്, അങ്ങനെ പല അത്യാവശ്യം എല്ലാ കണക്ടിവിറ്റി ഫീച്ചേഴ്സുണ്ട്. ഈ പ്രൊജക്ടർ ഇപ്പോൾ 133 ഇഞ്ച് സ്ക്രീനിലാണ് പ്രൊജക്റ്റ് ചെയ്തതാണ്. പക്ഷേ നമുക്കിത് അറൗണ്ട് 1080
ഇഞ്ച് വരെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. ഒരു എനിക്ക് തോന്നുന്നത് 300 ഇഞ്ച് വരെയൊക്കെ ഈ സെയിം ക്വാളിറ്റിയിൽ തന്നെ കാണാൻ പറ്റും. അത് ഇപ്പോൾ നമ്മൾ ഈ റൂമിൻ്റെ ലെങ്ത്ത് അനുസരിച്ചിരിക്കും. ഇതിപ്പോൾ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് നമുക്ക് സ്ക്രീനിൻ്റെ വലിപ്പം കൂട്ടാൻ പറ്റും. ഓൾസോ ഇതിൽ 4 GB റാം ഉണ്ട്, 128 GB റോം, കോൺട്രാസ്റ്റ് റേഷ്യോ 1200:1, പിന്നെ 240 Hz ആണ് അതിൻ്റെ റീഫ്രഷ് റേറ്റ് പറയുന്നത്. ഈ പ്രൊജക്ടറിൻ്റെ സ്ക്രീനിൻ്റെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. അതിൻ്റെ ബ്രൈറ്റ്നസ് കൂടാനുള്ളൊരു റീസൺ സ്ക്രീനും കൂടിയും ആണ്. ഇത് ALR മീൻസ് കോസ്റ്റ്ലി ആയിട്ടുള്ള ALR സ്ക്രീൻ അല്ല, ജസ്റ്റ് അറൗണ്ട് 1000-2000 റുപ്പീസിൽ കിട്ടുന്ന ഒരു സ്ക്രീനാണ്. ഒരു ഗ്രേ കളർ സ്ക്രീനാണ്. ഇതെൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രേ കളറാണിത്. ഗ്രേ കളർ ലൈറ്റ് റിഫ്ലക്റ്റിംഗ് ആണ്. ലൈറ്റ് റിഫ്ലക്റ്റിങ്ങിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രൊജക്ടറിൻ്റെ നേരെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഫുൾ ബ്രൈറ്റ്നസ്സിൽ കാണാൻ പറ്റും. കുറച്ച് സൈഡിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ബ്രൈറ്റ്നസ് കുറച്ച് കുറയും. പക്ഷേ ഈ പ്രൊജക്ടർ ആയതുകൊണ്ട് ബ്രൈറ്റ്നസ്സിന് നമുക്ക് കറക്റ്റായിട്ടുള്ള ബ്രൈറ്റ്നസ് തന്നെയായിരിക്കും അപ്പോഴും വരിക. ബ്രൈറ്റ്നസ് ഈ നേരെ കാണുമ്പോൾ കൂടുതൽ ബ്രൈറ്റ്നസ് ആയിട്ട് തോന്നും, സൈഡിലേക്ക് ആകുമ്പോൾ കറക്റ്റായിട്ടുള്ള ബ്രൈറ്റ്നസ് ആയിരിക്കും. ഇത് നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യണ മീൻസ് ലൈറ്റ് കൂടുന്തോറും റിഫ്ലക്ഷൻ കൂടുന്നതുകൊണ്ട് നേരെ ഇരിക്കുമ്പോൾ നല്ല ബ്രൈറ്റ്നസ് ആയിരിക്കും. അപ്പോൾ ബ്രൈറ്റ്നസ് നമുക്ക് ഇതിൽ കുറച്ച് വയ്ക്കേണ്ടി വരും. പക്ഷേ നോർമൽ ഇത്ര ലൈറ്റ് ഇല്ലാത്ത പ്രൊജക്ടർ ആണെങ്കിൽ നേരെ ഇരിക്കുമ്പോൾ ഫുള്ള് ക്വാളിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഈ സ്ക്രീൻ ALR സ്ക്രീൻ തന്നെയാണ് പറയുന്നത്. ഗ്രേ സ്ക്രീൻ എന്ന് പറയുന്നുണ്ട്, പിന്നെ സിൽവർ സ്ക്രീൻ എന്നൊക്കെ പറയുന്നുണ്ട്. അത് അധികം പ്രൈസ് വരാത്തൊരു ഓപ്ഷനാണ്. മെയിനായിട്ട് ഈ ആംബിയൻ ലൈറ്റൊക്കെ ഉള്ള റൂമിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത് നല്ലതായിരിക്കും. ഹോം തിയേറ്ററിൽ ആവശ്യമില്ല, പക്ഷേ ലൈവ് അപ്പാർട്ട്മെൻറ്റിൻ്റെ റൂമിലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ സ്ക്രീനായിരിക്കും നല്ലത്. പിന്നെ നമ്മുടെ ഇവിടെ ഹോം തിയേറ്റർ പോലെ സ്പീക്കർ സിസ്റ്റം സെറ്റ് ചെയ്തേക്കുന്നത് ക്ലിപ്സിൻ്റെ സ്പീക്കർ സിസ്റ്റമാണ്. AVR Denon X1400H. ഇത് 145 7 ചാനൽ ആമ്പാണ്. ഡോൾബി അറ്റ്മോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആംപ്ലിഫയറാണ്. ഡെനോൻ്റെ ഈ സീരീസിലെ ബേസിക് ആമ്പായിട്ട് വരും. അപ്പോൾ നമ്മൾ പ്രൊജക്ടറിൽ നിന്ന് HDMI ഇൻ എടുത്തിട്ട് ആമ്പിൻ്റെ AVRൻ്റെ HDMI ഔട്ടിലേക്ക് കൊടുത്തിരിക്കുന്നു. വേറെ കണക്ഷൻസ് ഒന്നും പ്രൊജക്ടറിലേക്ക് കൊടുത്തിട്ടില്ല, ബാക്കിയെല്ലാം ആമ്പിലാണ്. NVIDIA ഷീൽഡിൽ നിന്ന് ആമ്പിലേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുന്നു. അങ്ങനെ 2 ഇൻപുട്ടാണ് AVRലേക്ക് വരുന്നത്. മീൻസ് NVIDIA ഷീൽഡിൽ നിന്നുള്ള ഔട്ട്പുട്ട് AVRൻ്റെ ഇന്നിലേക്ക് കൊടുത്തു, AVRൻ്റെ HDMI ഔട്ട് എടുത്ത് പ്രൊജക്ടറിലേക്ക് കൊടുത്തു. പിന്നെ നമ്മൾ ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുന്നുണ്ട്. വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ ഹാർഡ് ഡിസ്കിൽ നമ്മൾ മൂവീസ് കോപ്പി ചെയ്ത് കാണാറാണ് പതിവ് കൂടുതലായിട്ടും. പ്രൊജക്ടർ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഇത് ആക്ച്വലി സ്പീക്കർ സ്റ്റാൻഡ് നല്ല സ്ട്രോങ് സ്പീക്കർ സ്റ്റാൻഡാണ്. ഇത് ക്ലിപ്സിൻ്റെ സ്പീക്കർ സിസ്റ്റത്തിനൊപ്പം വാങ്ങിയിട്ടുള്ള സ്പീക്കർ സ്റ്റാൻഡാണ്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ ആംഗിൾ സെറ്റ് ചെയ്യാം, ഹൈറ്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല സ്ട്രോങ് പ്രൊജക്ടർ സ്റ്റാൻഡ് ആയതുകൊണ്ട് നമുക്ക് സ്ട്രോങ് സ്പീക്കർ സ്റ്റാൻഡ് ആയതുകൊണ്ട് പ്രൊജക്ടർ അതിൽ തന്നെ സെറ്റ് ചെയ്തു. അത് ജസ്റ്റ് ഒന്ന് ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടേക്ക് 2 സൈഡിലേക്ക് ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. ക്ലിപ്സിൻ്റെ സ്പീക്കർ സിസ്റ്റം. ഇത് സെൻറ്റർ സ്പീക്കറിൻ്റെ മോഡൽ RP250C. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും 125 വാട്ട്. ക്ലിപ്സ് നമ്മളെപ്പോഴും ഇതിൻ്റെ കവർ ഓപ്പൺ ചെയ്ത് വയ്ക്കുമ്പോഴാണ് അതിൻ്റെ ഫുൾ ഭംഗി കിട്ടുക. പക്ഷേ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ ഓപ്പൺ ചെയ്ത് വയ്ക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്. സ്പീക്കറാണ് ഇതിലെ മെയിൻ അട്രാക്ഷൻ. ഇത് ഭയങ്കര ഹെവി സ്പീക്കറാണ്. മീൻസ് ഇതൊരു സബ്ബൂഫറിൻ്റെ അത്രയും വെയിറ്റുള്ള ഒരു സ്പീക്കറാണ് ക്ലിപ്സിൻ്റെ ഈ സെൻറ്റർ സ്പീക്കർ. ഇത് ടവർ സ്പീക്കർ. ഈ ടവർ സ്പീക്കർ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഡോൾബി അറ്റ്മോസിൻ്റെ അപ്പ് ഫയറിംഗ് സ്പീക്കർ മുകളിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പ് ഫയറിംഗ് സ്പീക്കറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പ് ഫയറിംഗ് സ്പീക്കർ സീലിങ്ങിൽ പോയി തട്ടി
നമ്മുടെ ഇയറിലേക്ക് റിഫ്ലക്ഷൻ വന്നിട്ടാണ് ഡോൾബി അറ്റ്മോസ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ സൗണ്ട് അറ്റ്മോസ് എനേബിൾഡ് ഓഡിയോ നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. സീലിംഗ് സ്പീക്കറിൻ്റെ അത്രയ്ക്ക് എഫക്റ്റ് വരില്ല, കാരണം ഇതിങ്ങനെ റിഫ്ലക്ഷൻ വന്നിട്ടുള്ള സൗണ്ട് ആയതുകൊണ്ട്. ബട്ട് ഇത് ഭയങ്കര കൺവീനിയൻ്റ് ആണ്. നമുക്ക് സീലിങ്ങിൽ സ്പീക്കർ ഫിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് ഒരുവിധം അറ്റ്മോസ് നമുക്ക് ആ സ്പീക്കറിൻ്റെ സൗണ്ട് കൂട്ടി വെച്ച് ആ ചാനലിൻ്റെ അറ്റ്മോസ് ചാനലിൻ്റെ സൗണ്ട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ അറ്റ്മോസ് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതിൽ ഈ സ്പീക്കറിൻ്റെ മോഡൽ വരുന്നത് ഈ ഫ്രണ്ട് ടവർ സ്പീക്കറിൻ്റെ മോഡൽ വരുന്നത് R26FA ആണ്. ഇതിൻ്റെ ഓരോ സ്പീക്കറിൻ്റെയും വാട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം 100 വാട്ട് ഹൈറ്റ് സ്പീക്കർ 100 and 150 and then മെയിൻ സ്പീക്കർ 400 വാട്ട് പീക്കിലാണ് വരുന്നത്. ഇതിലിപ്പോൾ നമുക്ക് ബൈ വയറിങ് കൊടുക്കാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ അറ്റ്മോസ് ചാനലിൻ്റെ 7th ചാനലിൻ്റെ മീൻസ് ഒരെണ്ണം ഒരു സ്പീക്കർ മീൻസ് ഒരു കണക്ഷൻ ഹൈറ്റിനും ഒരു ബാക്കി ടവറിന് ഫ്രണ്ട് സ്പീക്കേഴ്സിനുള്ള കണക്ഷൻ, അങ്ങനെ 2 കണക്ഷനാണ് നമ്മൾ ഇതിൽ വരുന്നത്. സാറ്റലൈറ്റ് സ്പീക്കർ സറൗണ്ട് സ്പീക്കർ R14S 50 വാട്ടിൻ്റെ സ്പീക്കറാണ്. സറൗണ്ട് സ്പീക്കർ നമ്മൾ ഇങ്ങനത്തെ സ്റ്റാൻഡിലാണ് വെച്ചാൽ ഈ സെയിം സ്റ്റാൻഡ് പ്രൊജക്ടറിന് യൂസ് ചെയ്യുന്ന സെയിം സ്റ്റാൻഡിലാണ്.